ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി വെള്ളിയാഴ്ച ദിവസം സ്വാഭാവികമായ രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചകളെല്ലാം തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രൈഡേ ആണ് നമുക്ക് ഉണ്ടാവാറ്. എന്നാൽ ഇന്ന് മാർക്കറ്റ് വളരെയധികം മ്യൂട്ടഡായ രീതിയിൽ ക്ലോസ് രേഖപ്പെടുത്തി. ഇതിൽ പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്തത് നമ്മുടെ റിലയൻസ് ആണ്. 3% ഒരു റാലിയാണ് റിലയൻസ് ഉണ്ടാക്കിയത്. മറുഭാഗത്ത് IT കമ്പനീസ് എല്ലാം തന്നെ വീക്കായിരുന്നു. HCL ടെക്, ഇൻഫോസിസ് എല്ലാം തന്നെ 1.7% വീതം ഫോൾ രേഖപ്പെടുത്തി. ഇൻഡസ്ഇൻഡ് ബാങ്ക് ആവട്ടെ 3.6% ഒരു ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസിനോടൊപ്പം തന്നെ നെസ്ലയും ബജാജ് ഓട്ടോയും തുടങ്ങിയ കമ്പനീസ് ഇന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും ബെസ്റ്റ് വീക്കാണ് ഈ ഒരാഴ്ച. നിഫ്റ്റി ഏകദേശം ഒരു 2% ഒരു അപ്സൈഡ്, 350 പോയിൻറ്റ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 3% ഒരു അപ്സൈഡ്. അപ്പോൾ ഈ ഒരു ജാനുവരി, ഫെബ്രുവരി എൻറ്റിയർ 8 ആഴ്ചകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആഴ്ചയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഭേദപ്പെട്ട ഒരു ആഴ്ച എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ ആഴ്ചയിലും വീക്കിലെ അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഇടിവിലായിരുന്നു. മെറ്റൽ സെക്ടറാണ് ഈ ഒരു ആഴ്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. 9% ആണ് മെറ്റൽ സെക്ടർ റാലി രേഖപ്പെടുത്തിയത്. ടാറ്റ സ്റ്റീൽ, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവിൽ 9% ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഇൻഡെക്സ്. അപ്പോൾ എൻ്റെയും ടാറ്റ സ്റ്റീലെല്ലാം തന്നെ ഇപ്പോൾ പച്ച കത്തിയിട്ടുണ്ട്, കുറേ നാളുകളായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. ഇനി ഇന്ന് നമ്മൾ റീബൗണ്ടായിട്ട് ഈ നിഫ്റ്റി ക്ലോസ് നടത്തിയെന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ബജാജ് ഓട്ടോ, അതല്ലെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസിൽ ഒരു ഫ്രഷ് ബൈയിങ് കണ്ടു. റിലയൻസിന് ഓൾറെഡി തന്നെ കൊട്ടാക് സെക്യൂരിറ്റീസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 2 ദിവസം തുടർച്ചയായിട്ട് റിലയൻസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ക്രൂഡിൻ്റെ വില താഴ്ന്നത് കൊണ്ട് ക്രൂഡ് മാർക്കറ്റിംഗ് കമ്പനീസ് BPCL ഉൾപ്പെടെയുള്ള IOC ഉൾപ്പെടെയുള്ള കമ്പനീസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നേട്ടം കൈവരിച്ചു. ഇന്ന് ആ ഒരു നേട്ടത്തിന് കാരണമായത് അപ്പോളോ ടയേഴ്സാണ്. 3% ഒരു റാലി അപ്പോളോ ടയേഴ്സിൽ കണ്ടു. കൂടാതെ തന്നെ ഏറെ നാളുകളായിട്ട് ഇടിവിലായിരുന്ന ടിറ്റാൽഗ, റെയിൽ തുടങ്ങിയ കമ്പനീസ് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് സെക്ടറിൽ ക്യാംസും ഹണിവെല്ലും SRFും IRFCയും തുടങ്ങിയ സ്റ്റോക്കുകളിലും ഇന്ന് ഫ്രഷ് ബൈയിങ് കണ്ടു. ഇനി ഈ ഒരു ആഴ്ചയിൽ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടിലൊക്കെ നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ വിദേശ പ്രൊഡക്റ്റുകൾ ഇനി വരാൻ പോവുകയാണ്. ഇവിടെ മാത്രം മൊണോപ്പൊളി സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനി, ഫോർ എക്സാമ്പിൾ ഐഷർ മോട്ടേഴ്സാണ്. എൻഫീൽഡ്, 350 ക്ലാസിക്, ആ ഒരു സെഗ്മെൻറ്റ് ബിസിനസ് ഇവിടെ ചെയ്ത് വരുന്നത്. ഹാർലി ഡേവിഡ്സൻ്റെ കടന്ന് വരവോട് കൂടിയിട്ട് അവരുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു. ഓൾറെഡി തന്നെ ഹാർലി ഡേവിഡ്സന് ഈ ഒരു ടാക്സ് കൂടുതലാണ് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഹാർലി ഡേവിഡ്സൺ പുതിയതായിട്ട് വാഹനങ്ങൾ കൊണ്ടുവരാണ്. CVO റോഡ് ഗ്ലൈഡ് എന്ന് പറയുന്നൊരു പുതിയ ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ബുള്ളറ്റ് സെഗ്മെൻറ്റിലുള്ള വാഹനം 91 ലക്ഷം രൂപയാണ് ആ ഒരു വാഹനത്തിന്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വില കൂടിയ ഒരു ബൈക്കായിട്ട് ഹാർലി ഡേവിഡ്സൺ വരികയാണ്. ട്രയംഫ് ഓൾറെഡി തന്നെ ഹീറോ മോട്ടോ കോർപ്പായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ബൈക്കിൽ. ഇനി ബൈക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാറിൽ നമുക്കറിയാം എല്ലാ ആളുകളും ഇൻ ദ സെൻസ് ഈ ഒരു വാഹന വിപണിയിലെ കമ്പനീസ് ഭീതിയോടെ നോക്കിക്കാണുന്ന ടെസ്ല ഓൾറെഡി തന്നെ ബോംബെയിൽ സ്ഥലമെല്ലാം തന്നെ അക്യൂർ ചെയ്തു, ജോലിക്കാരെല്ലാം തന്നെ അക്യൂർ ചെയ്തു. അപ്പോൾ അതും വരികയാണ്. അത് 2 പ്രൊഡക്റ്റുകൾ മാത്രമല്ല, ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നത് ഒരു ഭീതിപ്പെടുത്തലാണ്. ഭീതിപ്പെടുത്തി US പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ലോകമെമ്പാടും സെല്ല് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഈ തവണ ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും കൊടുക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ തവണത്തെ നയം. പ്രാദേശികവാദം വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം ഈ തവണ ജയിച്ചതും ഈ ഒരു വാദം ഉയർത്തിക്കാട്ടിയാണ്. കാരണം അമേരിക്കയിൽ ആളുകൾ കുടിയേറുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കും. അതൊക്കെ ഇപ്പോൾ മെക്സിക്കോ അതിർത്തിയിലൊക്കെ സൈന്യത്തെ വരെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നടക്കുന്നുണ്ട്. വിസ നിയന്ത്രണങ്ങൾ പ്ലസ് ഈ ട്രേഡ് താരിഫ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ ലോകത്തിൽ ഒരു സ്ഥലത്തും താരിഫുകൾ ഉണ്ടാവരുത്. ഹാർലി ഡേവിഡ്സൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ടെസ്ലക്കൊക്കെ ഇന്ത്യയിലേക്ക് വളരെ സിമ്പിളായിട്ട് വരണം. അങ്ങനെയുള്ളൊരു അജണ്ടയാണ് അദ്ദേഹം ഈ തവണ മുറുകെ പിടിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മൊണോപ്പൊളി സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ അത് റിയാക്ട് ചെയ്യപ്പെടും. ഈ ഐഷർ മോട്ടോഴ്സ് ഇടിഞ്ഞത് നമ്മൾ കണ്ടു. ടെസ്ലയുടെ വരവ് കൊണ്ട് നമ്മൾ M&M എത്ര ദിവസമായിട്ടാണ് ഇടിഞ്ഞത്. M&M എല്ലാം തന്നെ അവരുടെ പുതിയ കാറിൻ്റെ എല്ലാം തന്നെ പുതിയ ലോഞ്ചിങ് 8400 കോടി ആ ഒരു പുതിയ M&Mൻ്റെ EV കാറിന് കിട്ടി. ആ ഒരു സമയത്ത് എല്ലാ ഇന്ത്യയിലെ ന്യൂസ് പേപ്പറിൽ 2 ഫുൾ പേജ് ആഡാണ് റണ്ണായിട്ടുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെയാണ് M&M വലിയ തോതിൽ മാർക്കറ്റിൽ ക്രാഷായത്. ഇതിൻ്റെ കാരണം ഈ ടെസ്ലയുടെ കടന്നുവരവാണ്. അപ്പോൾ ഈ നിലവിലുള്ള പ്രൊഡക്റ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിദേശ പ്രൊഡക്റ്റുകൾ ഇനി ഇന്ത്യയിലേക്ക് ഒഴുകാനായിട്ടാണ് സാധ്യതകൾ കൂടുതൽ. അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. അപ്പോൾ എനിവേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. നേരെ ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ FTSE, CAC 40, ഡാക്സ് 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് ഫോൾ ആയിട്ടുണ്ട് 1.87%, അഥവാ 13.47 ഇന്ത്യ വിക്സിൻ്റെ സ്പോട്ട്. US വിക്സ് ഇന്നലെ 10% ഷൂട്ട് ചെയ്ത് 20ലാണ് നിൽപ്പ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. എന്നാൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റും എസ്പെഷ്യലി നിക്കി ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ 2.27%, അഥവാ 852 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 89,000, ബ്രന്റ് ഓയിൽ 70, തൊട്ട് താഴെ ഗോൾഡ് $11 പെർ ഔൺസിന് ഉയർന്ന് $2,922 പെർ ഔൺസ്. തൊട്ട് താഴെ കാണുന്ന ASP 200 ഓസ്ട്രേലിയയാണ്. 2%ൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു ഇടിവ് ഓസ്ട്രേലിയയിലുണ്ടായി. അപ്പോൾ ഓസ്ട്രേലിയയും ജപ്പാനുമാണ് ഇന്ന് ഏഷ്യൻ സൈഡിൽ നിന്ന് ഇടിവുണ്ടാക്കിയ വലിയ ഇൻഡെക്സ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഇൻഡെക്സും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉള്ളത്. കുറച്ച് സ്റ്റോക്കുകളുടെ അപ്ഡേറ്റിലേക്ക് പോകുകയാണെങ്കിൽ ലുപ്പിനെല്ലാം തന്നെ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഹൃദ്രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ US-ൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇനോക്സ് വിൻഡ് എല്ലാം തന്നെ ഇന്ന് 11%ൻ്റെ സ്പൈക്ക് ഉണ്ടായി. അവർക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 80% ഇടിവുണ്ടാക്കിയ കമ്പനിയാണ് ഈ ഒരു കറക്ഷനിൽ. അപ്പോൾ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. കൂടാതെ തന്നെ ഇവരുടെ CFO റിസൈൻ ചെയ്തിരുന്നു. കോൾ ഇന്ത്യ എല്ലാം തന്നെ ഹൈദരാബാദ് IIT ആയിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട് ക്ലീൻ എനർജി പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെസ്ലയ്ക്ക് സെബി ഇൻസൈഡർ ട്രേഡിംഗ് വാർണിംഗ് കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പിന്നീട് കുറച്ച് അപ്ഗ്രേഡുകളാണ്. നൈക്കേനെ UBS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ നുവാമ എന്ന് പറഞ്ഞ ബ്രോക്കറിംഗ് സ്ഥാപനം ബെർജർ കമ്പനീനെ അപ്ഗ്രേഡ് ചെയ്തു. സീ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനീനെ നുവാമ അപ്ഗ്രേഡ് ചെയ്തു. റൈറ്റ്സിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസുകളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇന്ന് രാവിലെ ബിസിനസ് ന്യൂസ് പേപ്പറിലെ ന്യൂസിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ്. അതായത് IPOയിലേക്ക് ഒരുപാട് കമ്പനീസ് അപ്രൂവ് ആയി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ കാരണം ഈ കമ്പനീസൊക്കെ ഇപ്പോൾ ഹോൾഡ് ചെയ്തേക്കാം. പ്രധാനമായിട്ട് ബോട്ട് എന്ന് പറഞ്ഞ കമ്പനി, ഈ ഹെഡ്സെറ്റൊക്കെ നിർമ്മിക്കുന്ന കമ്പനി IPO സമർപ്പിച്ചു. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ മോശമായത് കാരണം ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്തേക്കാം. പ്രമുഖ കമ്പനിയാണ് ലെൻസ്കാർട്ട്, സമാനമായ രീതിയിൽ ഹോൾഡ് ചെയ്തേക്കാണ്. പൈൻ ലാബ്, ഈ ഷോപ്പുകളിലെല്ലാം തന്നെ നമ്മൾ ഈ ചെറിയ ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടാവും, അതെല്ലാം തന്നെ പൈൻ ലാബിൻ്റെയാണ്. കാരണം ഉള്ളത് ഇപ്പോൾ നെയ്ക്ക, വളരെ റീസെൻ്റായിട്ട് വന്ന പ്രമുഖ IPO കമ്പനിയാണ് നെയ്ക്ക, പേടിഎം, ഡൽഹി വറി, മോബിക്വിക്ക്, ഫസ്റ്റ് ക്രൈ, ഒല, മമഎർത്ത്, സ്വിഗ്ഗി. ഈ നെയ്ക്കയെല്ലാം തന്നെ 57%ൻ്റെ IPO പ്രൈസിൽ നിന്ന് ഇടിഞ്ഞേക്കാണ്. ബാക്കിയുള്ള എല്ലാ കമ്പനീസും വലിയ സമാനമായ തോതിൽ ഇടിവ് രേഖപ്പെടുത്താണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്നെ നമുക്ക് 2024 എത്രയോ ഏകദേശം 60-ൽ കൂടുതൽ IPO ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു. ഈ 2 മാസമായിട്ട് IPO കമ്പനികൾ വരാനായിട്ട് ഒരു മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് കയറിയാൽ രണ്ടുണ്ട് ഗുണം. എന്താ? IPOയും ലോഞ്ച് ചെയ്യും, നിക്ഷേപകരും ആകർഷിക്കപ്പെടും, നമ്മുടെ പോർട്ട്ഫോളിയോയും ഗ്രീനിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ പറ്റി പൊതുവേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് ആളുകളിലൊക്കെ അടുത്ത് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റാണെന്നുള്ള രീതിയിലൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മളുടെ പോർട്ട്ഫോളിയോ ഇടിഞ്ഞിരിക്കുന്ന സങ്കടം നമ്മൾ ഈ പൊതുവായി വലിയ രീതിയിൽ പ്രകടിപ്പിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അത് പ്രകടിപ്പിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഓക്കെ. അപ്പോൾ എനിവേ 2 ദിവസം വീക്കെൻഡാണ്. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.